ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ പുതിയ പുതിയ പല മാമാങ്കങ്ങളും നമ്മൾ കാണും. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടുവരുന്നതാണ്. മുമ്പ് ആദ്യം തുടക്കമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മത്സരിക്കുന്ന ഉള്ള ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നപ്പോഴാണ് അന്ന് കേരള ഗവൺമെൻറ് ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടു. അപ്പോൾ അത് മുതൽ തുടങ്ങുകയാണ് ഇങ്ങോട്ട് ഓരോ ചരിത്രങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യശശരീരനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു CBI അന്വേഷണം, ഒരു കാര്യവുമില്ലാതെ ഒരു കേസ് ഒരു സ്ത്രീ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അത് CBIക്ക് വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ നമുക്ക്. അവസാനം CBI ഇത് വെള്ള പൂശി കൊടുത്തു. കാരണം ഒന്നുമില്ല ഇതിനകത്ത്, ഇത് മുഴുവൻ കള്ളത്തരമാണ് എന്നും പറഞ്ഞ് വെള്ള പൂശി. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ മാനഹാനി ആർക്കെങ്കിലും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് നോക്കുമ്പോൾ ഇനി VD സതീശൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. VD സതീശൻ വളരെ ശക്തമായ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് ഏതാണ്ട് ഇങ്ങനെ ഇതിൻ്റെ മുൻപന്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ഈ VD സതീശനെ ഒന്ന് കുരുക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നു. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു VD സതീശനെതിരെ ഒരു റിപ്പോർട്ട് വിജിലൻസിൻ്റെ DIG കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ആ റിപ്പോർട്ടിൽ അന്ന് യോഗേഷ് ഗുപ്തയായിരുന്നു ഡയറക്ടർ. ആ ഡയറക്ടർ അത് വിയോജിച്ചു. കാരണം അതിൽ ഒരു CBI അന്വേഷണത്തിന് വിടാവുന്നതാണ് എന്ന് പറഞ്ഞു. കേസ് വേറെ ഒന്നുമില്ല, ഒരു തെളിവുമില്ല, പക്ഷേ CBI അന്വേഷണത്തിന് വിടണം എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് പല കാര്യങ്ങൾ നമ്മളിതിനകത്തുണ്ട്. അതായത് ശബരിമല പ്രശ്നത്തിൽ കൊള്ളയിൽ പൊള്ളി നിൽക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അതിൽ നിന്നൊന്നും ഊരാനായിട്ടൊരു പരിപാടി കൊണ്ടുവന്നു, അതൊന്നും എറിക്കുന്നില്ല. ഈ സോണിയാഗാന്ധിയുടെ കൂടെ ഈ പോറ്റിയും ഗോവർദ്ധനും പോയി ഇന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും അവർക്ക് എന്തോ പ്രസൻറ്റ് കൊടുക്കുന്നതായിട്ടും ഉള്ള ഒരു ഫോട്ടോ വന്നെന്നും പറഞ്ഞാണ് അതിന്. അപ്പോൾ അതിന് ഇനി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിനാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഒരു കോൺഗ്രസ്സുകാരനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കാര്യം റെഡിയാവുമല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ 3 പേര് അകത്ത് കിടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒന്നും ഇറങ്ങി എളുപ്പമുള്ള ഒരു സ്കോപ്പ് കാണുന്നതും ഇല്ല ഇതിനകത്ത്, ഈ സ്വർണ്ണക്കൊള്ളയിൽ. കാരണം അത്ര വലിയ കൊള്ളയാണ് നടത്തിയേക്കുന്നത്. ഈ ശ്രീകോവിലിൻ്റെ അവിടുത്തെ പ്രഭാമണ്ഡലം മുഴുവനായിട്ട് കൊള്ളയടിച്ചതാണ് സ്വർണം. പിന്നെ അത് മാത്രമൊന്നുമല്ല, ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിൽ പൊള്ളി നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം വേണം. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആണ് ഒരു ജട്ടി കേസ്. നമ്മുടെ ആൻ്റണി രാജു കുടുങ്ങി, ജട്ടി. അപ്പോൾ അതും ഒരു നാണക്കേടായി, അതിൽ നിന്ന് തലയൂരണം. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. പിന്നെ PM ശ്രീ CPIയുമായിട്ട് ഉള്ള അതിനകത്തുള്ള ആ ബത്തപ്പാട് ബഹളം വന്നു, ലേബർ കോഡ്, ഇങ്ങനെ ഒരുപാട് പിന്നോട്ടടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഇങ്ങനെ കിടന്ന് ഉഴലുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, 2024 ഫെബ്രുവരിയിൽ, അതായത് ഇന്നേക്കും ഏതാണ്ട് 11 മാസം മുമ്പ് ആണ് ഈ DIG റിപ്പോർട്ട് കൊടുത്തത്. അതിന്മേൽ നിയമോപദേശം വാങ്ങിയപ്പോൾ പറഞ്ഞു ഇത് നിൽക്കത്തില്ല, ഇതിനകത്ത് CBI അന്വേഷണത്തിന് സ്കോപ്പൊന്നുമില്ല. കാരണം സതീശൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നിട്ടില്ല. സെക്ഷൻ 3 അനുസരിച്ച് FCRA, അതാണ് പ്രശ്നം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതാണ് ഇപ്പോൾ എടുത്തു വെച്ച് കളിക്കാൻ പോകുന്നത്. 2010 ആക്റ്റാണ്. അതിൻ്റെ സെക്ഷൻ 3 വെച്ചുകൊണ്ടുള്ള ഇടപാടാണ് ഈ പറയുന്നത്. അതായത് ഒരു മെമ്പർ ഓഫ് എ ലെജിസ്ലേച്ചർ അയാൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. ശരിയാണ്. അങ്ങനെ ഈ VD സതീശൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടവുമാണ്. സ്വീകരിക്കണം എന്നാലേ വരൂ. നോ പേഴ്സൺ ഷൽ റിസീവ് എന്നാണ് അതിനകത്ത്. ഒരു ലെജിസ്ലേച്ചറിലെ മെമ്പറായിരിക്കുന്ന ഒരാൾ, MLA ആയിരിക്കുന്ന ഒരാൾ റിസീവ് ചെയ്താൽ പ്രശ്നമാണ്. അതിന് അയാൾ എന്തെങ്കിലും റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാതെ കാര്യമൊന്നുമില്ല, ചോദിച്ചാലൊന്നും കാര്യമില്ല. റിസീവ് ചെയ്യണം, വാങ്ങണം, ഇതാണ് പ്രശ്നം.
അപ്പോൾ യഥാർത്ഥത്തിൽ അത് നിൽക്കുകയല്ല അതിനകത്ത്. പിന്നെ അതിനെക്കുറിച്ച് ബാക്കി നിയമോപദേശമൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, അത് അവർ ആവശ്യമുള്ളവർ പോയി വാങ്ങിച്ചോട്ടെ. മാത്രമല്ല ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഫെറ, അതിൻ്റെ വയലേഷൻ ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഫെമ, അതിൻ്റെയും വയലേഷൻ ഒന്നുമില്ല. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ യോഗേഷ് ഗുപ്ത പറഞ്ഞു ഇത് നിൽക്കുകയല്ല എന്ന് പറഞ്ഞു CBIക്ക് അന്വേഷണം. എന്നാലും CBI ഒന്ന് അന്വേഷിച്ചോട്ടെ. കാരണം എന്താ, UK VD സതീശൻ പോകുന്നു. അതായത് ഇതിൽ പ്രളയം ദുരിതാശ്വാസത്തിൻ്റെ ആ പ്രശ്നം വന്നപ്പോഴാണ് പോകുന്നത്. അത് പോകുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണ് പോയത്. അവിടെ പോയി പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളൊക്കെ ആരെങ്കിലും കഴിയുന്നത് ഓരോരുത്തർ ഒരു 500 പൗണ്ട് വീതം ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് വീടുകളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ FCRAയുടെ വയലേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കലും വരത്തില്ല. ഒരാൾ പറഞ്ഞാൽ ഒരിക്കലും വരികയില്ല. ഇനി അയാൾ വാങ്ങിയിരിക്കണം. ഇത് അയാൾ വാങ്ങിയിട്ടില്ല. അവിടുന്ന് ഏതാണ്ടൊരു 22,500 പൗണ്ട്, അതായത് വരുമ്പം നമ്മുടെ ഇന്ത്യൻ രൂപ വരുമ്പം ഏതാണ്ട് 95,600,000 രൂപ വരും. അത്രയേ ഉള്ളൂ. അല്ല, 95 ലക്ഷം അല്ല, ഏതാണ്ട് അതിൻ്റെ കണക്ക് വരുമ്പോൾ 19,95,000 രൂപ വരും. അതാണ്, അതായത് 20 ലക്ഷം രൂപ മാക്സിമം, 20-ന് താഴെ വരുള്ളൂ, നിൽക്കുകയുള്ളൂ. ആ 20 ലക്ഷം രൂപ മണപ്പാട്ട് ഫൗണ്ടേഷൻ അക്സെപ്റ്റ് ചെയ്തു, അവർക്ക് കിട്ടി. അവർക്ക് കിട്ടിയെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഓരോരുത്തരെ ഈ സ്പോൺസറെ അവരെ ഏൽപ്പിച്ച് വീട് വെക്കാനായിട്ടും അതിനായിട്ടും കൊടുത്തു. ഒരു സ്പോൺസറിനെ അവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്, അവരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊന്നും ഫെറയുടെ വയലേഷനോ ഫെമായുടെ വയലേഷനോ FCRAയുടെ വയലേഷനോ വരികയില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിലൊന്ന് പൊടിയിട്ടിട്ട് ഇവിടെ ഏതാണ്ട് വലിയ കള്ളത്തരം നടത്തി സതീശൻ എന്നൊന്ന് കാണിക്കാൻ, അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ പുനർജനി എന്ന് പറയുന്ന സംഘടന, അവരാണ് ഈ വീട് വെച്ചു. അതിനകത്ത് കുറേ അലിഗേഷനും പറഞ്ഞുകൊണ്ട് കൊടുത്തു. പുനർജനി ആ പൈസ അങ്ങനെ അടിച്ചു മാറ്റി, ഇങ്ങനെ അടിച്ചു മാറ്റി. ഇയാൾ ഒരു പൈസ പോലും അയാളുടെ കൈകൊണ്ട് വിട്ടിട്ടില്ല. അയാളുടെ അക്കൗണ്ടിൽ ഒരൊറ്റ രൂപ പോലും വന്നിട്ടില്ല. ചെക്ക് വഴിയുള്ള ട്രാൻസാക്ഷനാണ് ഈ വീടിൻ്റെ കാര്യത്തിനെല്ലാം നടന്നേക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലാതെ വേറെ ഒരിടപാടും ഇല്ലാത്തപ്പോൾ എന്തോ അഴിമതി പറയും? അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് PC ആക്ട് അനുസരിച്ചുള്ള അഴിമതി നിരോധന നിയമം, അതനുസരിച്ച് അഴിമതി വരികയല്ല ഇതിനകത്ത് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാണ് 11 മാസമായിട്ട് അവിടെ കിട്ടിയ റിപ്പോർട്ടാണ്. അവർക്ക് മനസ്സിലായി ഇതിന് ഒരു പ്രയോജനമില്ല, ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. അതങ്ങനെ അവിടെ പൊടി പിടിച്ചിരിക്കുക. ഇപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് പൊടി തട്ടിയെടുത്തു. ഇനി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രസംഗിക്കാൻ വരും. അത് വിദേശത്തു നിന്ന് പണം കൈപ്പറ്റുക, അത് അടിച്ചു മാറ്റുക, അത് പുട്ടടിക്കുക, ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ VD സതീശൻ വളരെ കോൺഫിഡൻ്റായി കാര്യത്തിൽ. എൻ്റെ കാര്യം എന്താണെന്നറിയോ, പറഞ്ഞേക്ക് ഞാൻ പേടിച്ചിരിക്കുകയെന്ന് എന്നാണ് VD സതീശൻ പറഞ്ഞത്. എൻ്റെ കാര്യം എന്താണെന്നറിയോ, അത്രയും കോൺഫിഡൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്നും വാങ്ങിയിട്ടില്ല, അയാളുടെ അക്കൗണ്ടിൽ ഒരു പൈസയും വന്നിട്ടില്ല, പണമൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ വരും ഇത്? ഇനി CBI അല്ല, അതിനപ്പുറത്തുള്ളവർ അന്വേഷിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ചിലപ്പം ഇപ്പം നോക്കിയപ്പോൾ എന്താണ്, ഈ ഇവരുടെ ഏതാണ്ട് ഒരു അലൈ പോലെ വർക്ക് ചെയ്യുന്ന നമ്മുടെ BJPയെ അവരെയും കൂടെ വഴി ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അതിനാണ് CBI അന്വേഷണം വരാൻ പോകുന്നു. അപ്പം ആ ഭാഗം മാത്രം എടുത്ത് വിട്ടു. അല്ലാതെ ബാക്കി ഈ വയലേഷനൊന്നുമില്ല, ഇത് നിൽക്കത്തില്ല, കാശൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഭാഗമൊന്നും വിടാതെ ഇതാദ്യം അങ്ങോട്ട് വിട്ടു. അതിൻ്റെ പുറകെ ബാക്കി വരികയാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു പണിയായി ഇലക്ഷനെ കണ്ടുകൊണ്ട് മുൻകൂട്ടി എറിയുകയാണ്. മാത്രമല്ല ഈ അലിഗേഷൻ, അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ പെട്ട് ഉഴലുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർക്കൊരു നേട്ടം എന്തെങ്കിലും ആവുമോ ഇല്ലയെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, ഇത് തിരിച്ചടിക്കും. കാരണം ഇതിപ്പോൾ CBI അന്വേഷണത്തിന് പോയെന്നിരിക്കട്ടെ, ഇതാരെങ്കിലും ഹൈക്കോടതി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിച്ചങ്ങ് പോകും. കാരണം ഈ ഒഫൻസ് വേണ്ടേ, ആദ്യം ഒഫൻസ് ഉണ്ടെങ്കിലല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ.
എന്താ ഒഫൻസ്, ഏത് ആക്ട് അനുസരിച്ചാണ് ഒഫൻസ്? ആകെ പറയാൻ പറ്റുന്നത് വി ഡി സതീശൻ പോയത് സ്വകാര്യ സന്ദർശനമെന്നും പറഞ്ഞാണ് UK-യിൽ പോയത്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങി പോയതെന്നുള്ളതാണ്. അതിൻ്റെ വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെറ വയലേഷനോ ഫെമായോ FCRA ഒന്നും വയലേഷൻ വരത്തില്ല. അതിൻ്റെ വയലേഷൻ വന്നാൽ ഇനി വി ഡി സതീശൻ ഇനിയൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയും നിങ്ങൾ അന്ന് ഇങ്ങനെ പോയി സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞു പോയി അവിടെ പോയി പ്രസംഗിച്ചു, ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ വയലേഷനൊന്നും വലിയ കാര്യമൊന്നും ഉള്ളതല്ല. ഇവിടുത്തെ ഇനി രാഷ്ട്രീയക്കാർ, അതായത് പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ പണം പിരിക്കാൻ പാടില്ല, ഇതേപോലെ FCRAയിൽ പാടില്ല. ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരാണ് പോയി പണം പിരിക്കാത്തത്? ഞാൻ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ രാഷ്ട്രീയക്കാരുടെ. നമുക്ക് നാണക്കേട് വരുന്ന കഥകളാണ്. അവിടെ പോയി കൈ നീട്ടി കണ്ടവൻ്റെ എല്ലാം കയ്യിൽ നിന്ന് പണവും മൊബൈൽ ഫോണും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതിൻ്റെ കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞു, അത് ഈ കേൾക്കുന്ന ആൾക്ക് അറിയായിരിക്കും കേട്ടോ, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയുള്ളതുകൊണ്ട് പറയാം. നോക്കിയപ്പോൾ ഇത് iPhone 10 ആണോ, എനിക്ക് വേണ്ടത് 13 ആയിരുന്നു, എന്നാൽ ഇങ്ങനെ തന്നേരം ഞങ്ങൾ 10 കൊണ്ടുവരും. അല്ല ഇതിരിക്കട്ടെ, ഇത് മോന് കൊടുത്തോളാം, 13 വേറെ കൊണ്ട് തന്നാൽ മതി എന്ത് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്ന ആളുകളുണ്ട്. ഇതേപോലെ എന്ത് നാണക്കേടായിട്ടാണെന്നറിയാം അവർ പറയുന്നത്. ഇത് നമുക്കതിന് തൊലി വിരിഞ്ഞു പോകും നമ്മുടെ ആളുകളിൽ പോയിട്ട് ഇതുപോലെ കാണിക്കുന്ന വൃത്തികേടുകൾ. അതെല്ലാ രാഷ്ട്രീയക്കാരും പോയി ഇതുപോലെ പണം പിരിക്കും. ഇതിങ്ങനെ വാങ്ങിക്കുന്നത് കൈൻഡായിട്ടായാലും ക്യാഷായിട്ടായാലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക. ഇനി സാധനം കൈൻഡാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനമാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പ്രസൻറ്റ്, അത് വാങ്ങിക്കാം. അത് ഡൊണേഷൻ്റെ പരിധിയിൽ വരണമെങ്കിൽ അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് സമയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ കൂടാൻ പാടില്ല അതിൻ്റെ വില. പക്ഷേ ഈ എമൗണ്ടിലൊക്കെ കൂടിപ്പോകുന്ന എത്രയോ ഇടപാടുകൾ നടക്കുന്നുണ്ട്, വളരെ മോശമായിട്ട് നടക്കുന്നുണ്ട് ഒരുപാടെണ്ണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് എല്ലാ രാഷ്ട്രീയക്കാരും പോയി പിരിക്കാറുണ്ട്, വേണ്ട. ഇനി ഈ നമ്മുടെ പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, അതിനുശേഷം ഇവിടെ വിദേശത്ത് പോയി ഇതിൻ്റെ ഫണ്ട് സ്വരൂപിക്കണം, ഇവിടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സമ്മതിച്ചില്ല, കൊടുത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷൻ വരും. അത് പറഞ്ഞുകൊണ്ടാണ് അത് ഡിനൈ ചെയ്തേക്കുന്നത്, കൊടുത്തില്ല. അതും ശരിയല്ലായിരുന്നു, അത് കൊടുക്കേണ്ടതാണ്, കാരണം ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. പിന്നെ വിദേശത്ത് പോയി പിച്ചതുണ്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷേപമാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാത്തത്. എന്തായാലും ശരി, അത് ഡിനൈ ചെയ്തു. അത് അന്ന് എല്ലാവരും പറഞ്ഞല്ലോ, ഇത് നരേന്ദ്രമോദി സമ്മതിക്കുന്നില്ല ഇത്. പക്ഷെ അത് സമ്മതിക്കാത്തതിന് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതൊന്നുമല്ല, അത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഇവിടെ നന്നായി പോകും, അത് പാടില്ല എന്നുള്ളതാണ്. എന്നാലും അവർക്ക് പറഞ്ഞിരിക്കാൻ മാർഗമുണ്ട്. ഇത് നിയമത്തിൻ്റെ വയലേഷൻ വരും, അതുകൊണ്ടാണ് എന്ന് പറയാം. കാരണം ശ്രീ പിണറായി വിജയനും എല്ലാം കൂടാണ് പോയി പിരിക്കാനിരുന്നത് കേട്ടോ, നടന്നില്ല, ഇടപാട് നടന്നില്ല. കാരണം ഗവൺമെൻറ് സമ്മതിച്ചില്ല, സെൻട്രൽ ഗവൺമെൻറ് സമ്മതിച്ചില്ല, പെർമിഷനില്ല. അപ്പോൾ ഇത് ഇപ്പം ഈ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നതിൻ്റെ കാര്യം രാഷ്ട്രീയ പ്രേരിതമാണ്, നമുക്കറിയാം. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് യാതൊരു കാര്യമുള്ളതല്ല. സതീശന് അതിനകത്ത് ഒരു അഴിമതിയും കാണിച്ചല്ല, നല്ല കാര്യം ചെയ്തതാണ്. കുറേ പേർക്ക് വീട് വെച്ച് കൊടുത്തു, കുറേ പേരുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയാവാനുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലാതെ അതിനകത്ത് ആദ്യം പരാതി കൊടുത്ത ആരാണ്? ഒരു CPM-ൻ്റെ ഒരു മെമ്പറാണ് പരാതി കൊടുത്തത്, നോർത്ത് പറവൂരിൽ നിന്ന് ഉള്ള ഒരു മെമ്പർ. ആ പരാതിയിൽ അന്വേഷണമൊക്കെ നടത്തി, പ്രഥമ ദൃഷ്ടിയാ പോലും കേസില്ലെന്ന് കണ്ട് തള്ളിയതാണ്. വീണ്ടും കയറി ഒന്നുകൂടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ അന്വേഷിക്കാൻ പറഞ്ഞു. വീണ്ടും അന്വേഷിച്ചപ്പോഴും ഇതൊന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത കാര്യത്തിന് ഇപ്പോൾ ഒരു DIG എഴുതി കൊടുത്തു. അതായത് ഇത് ഫോറിൻ FCRAയുടെ വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് CBIക്ക് വിടണമെന്ന് പറഞ്ഞു. അപ്പം നല്ല കാര്യമല്ലേ, ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അറിയാം ഒരു വയലേഷനും ഇല്ലെന്ന്. പിന്നെ എന്തോ വയലേഷൻ ഉണ്ടെന്നും പറഞ്ഞാൽ ഈ വിടുന്നത്. ഇനി ഇത് CBI എടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. വിവരമുള്ള ആളുകൾ CBIയിലുണ്ട്, അവരിത് അങ്ങോട്ട് വിട്ടാലും അവരിത് എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലല്ലേ ചെയ്യാവുള്ളൂ, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്ത് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാൻ പറ്റുന്നത് ഇതിനകത്ത്? അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇലക്ഷൻ പ്രമാണിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കേൾക്കാം.
ഇനി എത്ര സ്ത്രീകൾ വെളിയിലേക്ക് വരും എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം. അത് ഏതൊക്കെ നേതാക്കളുടെ പേരിൽ. ഇപ്പം ആ രീതിയിൽ ഈ രാഷ്ട്രീയം മുഴുവൻ അധപ്പതിച്ചിരിക്കുകയാണ്. എവിടുന്നെങ്കിലും ആരെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വരും. അത് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, വലിയ കുഴപ്പമായി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഓരോരുത്തരെ കൊണ്ട്, ആ പേരും പറയാൻ ഒക്കത്തില്ലല്ലോ, അതിജീവിതകളല്ലേ ഇതെല്ലാം. അങ്ങനെ ഒരുപാട് അതിജീവിതകൾ ഇനി വരാൻ കാണും. അത് കാരണം ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ മാർച്ച് ആദ്യം എങ്ങാണ്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കും, അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ഉടനെ മിക്കവാറും ഇനി അതിജീവിതമാര് ചിലപ്പോൾ ഒരുപാട് പേര് കയറി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ സ്ത്രീജനങ്ങളെ, വനിതകളെ, അവർ അന്തസ്സായിട്ടുള്ള അന്തസ്സോടുകൂടി ജീവിക്കേണ്ടവരെ, അവരെ നാണം കെടുത്തുന്നതിന് തുല്യമല്ലേ ഇതൊക്കെ? അതാലോചിക്കണം. പലരും പറഞ്ഞിട്ടില്ലേ, അവസാനം അനങ്ങാതെ അവർ ഒഴിഞ്ഞങ്ങ് പോകുന്ന കണ്ടിട്ടില്ലേ? എന്നിട്ട് പറയും എനിക്ക് അന്ന് പറ്റിപ്പോയി എന്ന് പറയും. പറ്റിപ്പോയതുകൊണ്ട് കാര്യമുണ്ടോ? ഓരോരുത്തരെ ആക്ഷേപിക്കുമ്പോഴൊക്കെ ആലോചിക്കണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇത് സി ബി ഐക്ക് വിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് സി ബി ഐക്ക് വിട്ടാൽ ഇത് ബൂമറാങ് ചെയ്യും, തിരിച്ചടിക്കും. സി ബി ഐക്ക് വിട്ട് സി ബി ഇതെടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹൈക്കോടതി ഇതങ്ങ് ക്വാഷ് ചെയ്ത് ദൂരെ ഒന്നുമില്ലാത്ത ചുമ്മാ വെറുതെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിനകത്ത് സ്ട്രിക്ചേഴ്സും വരും ഗവൺമെൻറ്റിനെതിരെ. സകല സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഇത് കഴമ്പുള്ള ഒരു കാര്യമല്ല. പിന്നെ ഒരാളെ ആക്ഷേപിക്കാനും അയാൾ മേളിലോട്ട് കയറുന്നു എന്നൊരു സംശയം വരുമ്പോൾ അയാളെ കാലെ പിടിച്ച് വലിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെന്ന് കണ്ടാൽ മതി.